അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മുഅ്മിനായ അടിമയ്ക്ക് വേണ്ട വിശേഷണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മൻ റുസിഖൽ ഇൻഫാഖ ലം യുഹറമൽ ഖൽഫ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആർക്കെങ്കിലും ചിലവഴിക്കൽ ഉണ്ടായാൽ, അതായത് തന്റെ സമ്പത്തിൽ നിന്നും ചിലവിന് കൊടുക്കുക, തന്റെ സഹോദരങ്ങൾ, തന്റെ കൂട്ടുകാർ, ഭാര്യ, സന്താനങ്ങൾ, മാതാപിതാക്കൾ, അവർക്കൊക്കെ ചിലവിന് കൊടുക്കുക, സമ്പത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ ചെയ്യുക. അത് ഒരാളിലുണ്ടായാൽ ലം യുഹറമൽ ഖൽഫ, അതിന് പകരമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ധാരാളമായി പകരം നൽകുന്നതാണ്. ചിലവഴിക്കുന്നതിന് പകരമായിട്ട് അല്ലാഹു അതിനേക്കാളും കൂടുതൽ അവനിക്ക് നൽകുന്നതാണ്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ്, أنفقتم من شيء فهو يخلفه. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിലായി ചിലവഴിച്ചാൽ അതിനേക്കാളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പകരമായി നൽകുന്നതാണ്. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനത്തിന്റെ പള്ളിയിൽ ഇരിക്കുകയാണ്. ആയിരക്കണക്കിന് വരുന്ന സ്വഹാബാ വൃന്ദങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ വഅദ് നടത്തവേ, റസൂലുള്ളാഹിന്റെ വിഷയം എന്തെന്നറിയോ? പാവപ്പെട്ട പട്ടിണി പാവങ്ങളെ സഹായിക്കലാണ് പ്രവാചകന്റെ വഅദ്. അതിനെ കുറിച്ച് പ്രവാചകൻ അങ്ങ് വാചാലനാകുന്നു. അല്ലാഹുവിന്റെ റസൂൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിനെ പറ്റിയിട്ട് സഹാബത്തിന് പറഞ്ഞു കൊടുക്കവേ, അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് നസലൽ അമീൻ മലക്ക് ജിബ്രീൽ, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ വഹീന്റെ നാദവുമായിട്ടാണ് കടന്നു വരുന്നത്. സ്നേഹനിധിയായ പ്രവാചകന്റെ അരികിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിന് ഓതി കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ആയത്ത് ഇറങ്ങിയപ്പോ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, കാന അബൂ തൽഹ, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആളായിരുന്നു. അക്സറൽ അൻസാറ ബിൽ മദീന, മദീനയിലെ അൻസാരികളിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആളായിരുന്നു മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് ധാരാളം ഈന്തപ്പന തോട്ടമുണ്ടായിരുന്നു, ധാരാളം കുതിരകൾ ഉണ്ടായിരുന്നു, ധാരാളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, ധാരാളം കൃഷികളുള്ള മദീനയിലെ അൻസാറുകളായ പ്രസിദ്ധനായ നല്ല പ്രൗഢിയുള്ള നല്ല സന്തനാട്യനായ സ്വഹാബിയാണ് മഹാനായ അബൂ തൽഹ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട, തന്റെ ഏറ്റവും മറ്റ് സമ്പാദ്യങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തോട്ടമായിരുന്നു ബൈറഹ തോട്ട. ആ ബൈറഹ തോട്ടത്തെ അദ്ദേഹം അതാ ഇഷ്ടപ്പെടുകയാണ്. തന്റെ തോട്ടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടമായിരുന്നു മഹാനായ അബൂ തൽഹയ്ക്ക് ആ ബൈറഹ തോട്ട. ഹദീസിൽ കാണാ, വകാന അഹബ്ബു അംവാലിഹി ഇലൈഹി ബൈറഹ വകാനത് മുസ്തഖ്ബിലത്തൽ മസ്ജിദി. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദീനത്തിന്റെ പള്ളിയുടെ ഓപ്പോസിറ്റായി അതിന്റെ നേരെ തന്നെ സ്ഥിതി ചെയ്യുന്നതായിരുന്നു
ഇഷ്ടമായിരുന്നു ബൈറഹാ തോട്ട. ആ ബൈറഹാ തോട്ടമതാ മഹാനായ അബൂ തൽഹയ്ക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, നിങ്ങളുടെ ധനമുണ്ടല്ലോ, അതാണ് അള്ളാഹുവിന്റെ മാർഗത്തിലായി നിങ്ങൾ ചിലവഴിക്കേണ്ടത്, അതാണ് നിങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതെന്നുള്ള ആയത്തിറങ്ങിയപ്പോ മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വഹാബത്തിന് ആയത്ത് ഓതി കൊടുത്തപ്പോ മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, കാമ അബൂ തൽഹ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് വരികയാണ്. യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ തആല അൻസല അലൈക, നബിയേ അങ്ങയുടെ മേൽ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അല്ലാഹു ഇറക്കിയില്ല നബിയേ, അങ്ങയുടെ മേൽ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇറക്കിയില്ലയോ നബിയേ. വഇന്ന ഹബ്ബ മാലി ഇലയ്യ ബൈറഹാ, നബിയേ എനിക്ക് കോടാനകോടി സമ്പത്തുണ്ടല്ലോ നബിയേ, ആ സമ്പത്തുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് എന്റെ ബൈറഹാ തോട്ടമാണല്ലോ നബിയേ. വഇന്നഹാ സദഖത്ത്, നബിയേ ആ തോട്ടമതാ അങ്ങയുടെ ദീനിന് വേണ്ടിയിട്ട് ഞാൻ സംഭാവന നൽകുകയാണ് നബിയേ, അങ്ങയുടെ ദീനിന് വേണ്ടിയിട്ട് ഞാൻ സദഖ നൽകുകയാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹിനെ അറിയാം ബൈറഹാ തോട്ട. ആ ബൈറഹാ തോട്ടത്തെ കുറിച്ച് ഹദീസിൽ കാണാം, വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യദ്ഖുലുഹാ വയശ്റബു മിമ്മാ ഫീഹാ തയ്യിബീ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില സമയങ്ങളിൽ മദീനത്തിന്റെ പള്ളിയിൽ നിന്ന് നമസ്കരിച്ചിട്ട് ആ തോട്ടത്തിലേക്ക് പോയിട്ട് പ്രവാചകൻ വിശ്രമിക്കുമായിരുന്നു. ആ തോട്ടത്തിലതാ നല്ല സുന്ദരമായ പരിശുദ്ധമായ നദി ഇങ്ങനെ ഒഴുകുന്നുണ്ടായിരുന്നു. ആ നദിയിൽ നിന്ന് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുമായിരുന്നു. റസൂലുള്ളാഹിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടമായിരുന്നു ആ തോട്ടം. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി വര്യന്റേതായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനിന് വേണ്ടിയിട്ട് അബൂ തൽഹ സംഭാവനയായി ദാനമായി കൊടുക്കുകയാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്താ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ അല്ലാഹുവിന്റെ ദീനിന്റെ യശസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ദാനം ചെയ്താ, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലായി നിങ്ങൾ ചെലവഴിച്ച നിങ്ങൾക്ക് വണ്ണമായ പ്രതിഫലം അല്ലാഹു നൽകുന്നതാണ്. അവന്റെ ദീനിന് വേണ്ടി സംഭാവന നൽകാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,